ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയ ആഫ്രിക്കൻ ഉച്ചുകൾ. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഉച്ചുകളെ നശിപ്പിക്കാൻ കൃഷി വകുപ്പ് ഇടപെടണമെന്നാണ് കർഷകർ ഉന്നയിക്കുന്ന ആവശ്യം. ഇടുക്കി ജില്ലയിൽ ബൈസൺ വാലി മുട്ടുകാട് മേഖലയിലാണ് വ്യാപകമായി ആഫ്രിക്കൻ ഉച്ചുകളെ കണ്ടെത്തിയത്. 8 വർഷം മുൻപ് മുട്ടുകാട് മേഖലയിലെ കൃഷിയിടങ്ങളിൽ ഇവയെ വിവിധ കാലാവസ്ഥയിൽ കണ്ടുവരാറുണ്ട്. മറ്റു ജില്ലകളിൽ കാണാറുള്ള ആഫ്രിക്കൻ ഉച്ചുകൾ ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ എങ്ങനെ എത്തിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വൻതോതിൽ പെറ്റുപെരുകുന്ന ആഫ്രിക്കൻ ഉച്ചുകൾ ബൈസൺ വാലി, ശാന്തൻപാറ, സേനാപതി, രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലത്താണ് പുറത്തെത്തുന്നത്. ഏലമടക്കമുള്ള വിളകളും പച്ചക്കറി കൃഷികളും പൂർണ്ണമായും ഇല്ലാതാകുന്നതായി കർഷകർ ആവലാതിപ്പെടുന്നു. ഒരു 5 വർഷം മുമ്പ് 1-2 ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടതാണ്. ഇപ്പോൾ അതിനുശേഷം ആ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഒച്ചുശല്യം കാരണം കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. ഏലത്തിൻ്റെ പൂ വിരിയുന്നത് അത് ഭക്ഷിക്കും, അതോടൊപ്പം തന്നെ പിഞ്ച് കായ ഭക്ഷിക്കും. പച്ചക്കറികളൊന്നും അത് വിടാറില്ല, അത് അങ്ങനെ തന്നെ ഭക്ഷിക്കും. പിന്നെ വീട്ടിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കീടനാശിനികൾ അടക്കം പ്രയോഗിച്ചിട്ടും ആഫ്രിക്കൻ ഒച്ചുകളെ തുരത്താനായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. തുരിശും പുകയിലയും ചേർത്ത മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടി വന്നാൽ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകും. ഒച്ചുകളെ തുരത്താൻ കൃഷിവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഒരു മാസം 3000 മുതൽ 5000 മുട്ടകൾ ഇടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇണ ചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്ന ഇവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല ഒന്നാകെ ഭീഷണിയിലാകും. ന്യൂസ് മലയാളം, ഇടുക്കി.